ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കുടുംബത്ത് ഇതടക്കം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് കുറ്റവാളികളെന്ന് എനിക്ക് പറഞ്ഞൂടാ. പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രം ശിക്ഷ വിധിക്കുന്നത് ശരിയല്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ വേറെ ആരെയാ ഇപ്പൊ കുറ്റവാളികള്? ആരെ അമ്മയ്ക്ക് ശിക്ഷിക്കേണ്ടത്? കൽപ്പന ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ സൂര്യയോട് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. സൂര്യ ഇതറിഞ്ഞ അവന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് പേടിയാ. ഞാൻ ഇതുവരെ പരമേശ്വരായിട്ട് എടുക്കുന്ന ഒരു തീരുമാനവും മറികടന്നിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുക. ഈ വീട്ടിൽ എനിക്കും പരമേശ്വരേട്ടനും മാത്രം അറിയാവുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൂടി പരിഹരിക്കപ്പെടണം. തെറ്റുകാരിയല്ല എന്ന് കൽപ്പന ഉറക്കെ വിളിച്ചു പറയുന്നു. അതുകൂടി തെളിയിക്കപ്പെടണം. ഭ്രാന്തുണ്ടോ പത്മിനി നിനക്ക്? കൽപ്പന തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ ഇനി എന്ത് തെളിവാ നിനക്ക് ആവശ്യം? അമ്മയൊന്നും മിണ്ടാതിരിക്കേ. കൽപ്പന തെറ്റുകാരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നാ ആരോടും ചോദിക്കാതെ കൽപ്പനയെ ഞാൻ ഇറക്കിവിടും. അതുവരെ കൽപ്പന ഇവിടെ തന്നെ നിന്നോട്ടെ. സൂര്യ ഓർത്തിട്ടെങ്കിലും പരമേശ്വരേട്ടൻ ഇതിനൊന്ന് സമ്മതിക്കണം. എന്തൊക്കെയാ അമ്മീ പറയുന്നേ? അച്ഛാ, ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ ഇവര് രണ്ടുപേരും ഒന്നുകിൽ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു കാണും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കാണും. അതാണ് അമ്മയുടെ ഈ മനമാറ്റം. അച്ഛാ, അതിന് അച്ഛൻ സമ്മതം പോകാൻ നിൽക്കരുത്. എനിക്ക് എന്റെ സൂര്യയുടെ ജീവനാ പ്രശ്നം. അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരമേശ്വരേട്ടൻ ഇപ്പൊ ഇതിനൊന്നും സമ്മതം മുളന്നു. അച്ഛാ, എന്താന്ന് വെച്ചാ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പരമേശ്വരാ, കൽപ്പനെ, നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടാത്തത് എന്റെ മനസ്സിലെ ചില സംശയങ്ങൾ കൂടി തീർക്കാൻ വേണ്ടിയാ. ആ സംശയങ്ങൾ തീർന്ന് നീ തെറ്റുകാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആ നിമിഷം നിന്നെ ഞാൻ ഇറക്കിവിടും.